എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വിഷയം മനസ്സിലായില്ലേ? അതായത് സ്ത്രീ പീഡനത്തിലെ കോമഡി. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊരു സ്ഥലത്തുനിന്ന് മാത്രമായിട്ടല്ല നമുക്ക് പീഡനം സ്ത്രീകൾക്ക് ഉണ്ടാവുക. എവിടെയും ഏത് സാഹചര്യത്തിലും പീഡിപ്പിക്കപ്പെടാൻ ആരെങ്കിലും നമ്മളെ ശ്രമിക്കുകയാണെങ്കിൽ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും പീഡനം നടക്കാം അല്ലേ? അത് ഇന്ന സ്ഥലത്തുനിന്നോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തുനിന്നോ ഇന്ന ഭാഗത്തുനിന്നോ ഒന്നുമില്ല. എവിടെ വെച്ചിട്ടും സ്വന്തം വീട്ടിൽ വെച്ചിട്ടായാലും അറിയാലോ, പറയാറില്ല എല്ലാവരും. ഇത് സംഭവിക്കാം. അപ്പോൾ നമ്മളെ ബോധം കെടുത്തിയിട്ടോ ഉപദ്രവിച്ചിട്ടോ ഒക്കെ എന്താ പറയുക, ഭയങ്കര അതിനൊരു വാക്കുണ്ടല്ലോ, അങ്ങനെയൊക്കെ ആരെങ്കിലും നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും കായികമായിട്ടുള്ള ബലം കുറവായിരിക്കും. അപ്പോൾ ആ കായിക ബലം കുറവുള്ളതുകൊണ്ട് അവർക്ക് എതിർക്കാനോ ഒന്നിനും സാധിക്കാത്തൊരവസ്ഥയിലാണ് പലരും പല പീഡനങ്ങളും സംഭവിക്കുന്നതും പല അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നതും. അതൊക്കെ ഓക്കെ പല സാഹചര്യത്തിലും. പിന്നെ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ജോലി സ്ഥലത്തോ എന്തെങ്കിലും ഒരു പീഡനം നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ, ഇപ്പം നിവൃത്തികേട് കൊണ്ട് പല കാര്യങ്ങളും ജോലിക്ക് പല സ്ഥലത്തും ജോലിക്ക് പോകുന്നുണ്ട്, പല ജോലികൾ ചെയ്യുന്നവരുണ്ട്. ഇന്ന സമയം എന്ന് വിചാരിക്കാതെ നമുക്ക് ജോലിക്ക് പോകേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമുക്ക് പബ്ലിക് പ്ലേസിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ എനിക്കും പറയാനുള്ളൂ, നമ്മൾ എതിർക്കണം, ഭയങ്കരമായിട്ട് എതിർക്കണം. അതിപ്പോൾ തമാശയ്ക്ക് നമ്മളൊരാൾ കളിയാക്കുകയാണെങ്കിൽ പോലും നമ്മൾ അപ്പം തന്നെ നമ്മളെ റിയാക്ഷൻ എതിർത്തുകൊണ്ടുള്ള റിയാക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പം തന്നെ കുറേയൊക്കെ ഒരു ഇതാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തുറിച്ചുനോട്ടുണ്ട് ആൾക്കാർ, അതും ഒരു പീഡനം തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു സ്ത്രീയും മറ്റൊരാളുടെ കണ്ണുകൾ കൊണ്ട് നമ്മളെ ഇങ്ങനെ അങ്ങോട്ട് തുറിച്ച് നോക്കുമ്പോഴില്ല, അയാളെ മോന്തയ്ക്ക് ഒരൊറ്റടിച്ചിടിക്കാൻ തോന്നും. അയാളെ മൂക്കിൽ പോയിട്ട് ഒറ്റടിച്ച കണ്ണങ്ങോട്ട് കുത്തിപ്പൊടിക്കാൻ തോന്നാറ് എനിക്ക്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഞാനെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ആരെങ്കിലും തുറിച്ച് നോക്കിയാൽ തിരിഞ്ഞു നിന്ന് ഞാനും അങ്ങോട്ട് തുറിച്ച് നോക്കും, നല്ലോണം അങ്ങോട്ട് നോക്കും. എൻ്റെ അനുഭവം മുഴുവനും എന്നെ ആരെങ്കിലും തുറിച്ച് നോക്കിയാൽ ഞാനും തിരിച്ചങ്ങനെ തന്നെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു 2-3 സെക്കൻഡിനുള്ളിൽ അവർ തല താഴ്ത്തിട്ടിട്ട് പോകാറുണ്ട്. എന്നിട്ടും എന്നെ നോക്കണമെങ്കിൽ ഞാൻ ചോദിക്കും എന്താണെന്ന് ചോദിക്കും, എന്നെ അറിയുമെന്ന് ചോദിക്കും. ഞാൻ ഉറക്കെ ചോദിക്കും, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. അത് ആരായാലും ഞാൻ ചോദിക്കും, എന്നെ അറിയുമെന്ന് ചോദിക്കും, ഉറക്കെ ചോദിക്കും. ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ. അതുപോലെ എല്ലാവരും ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറയണത്, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്കിഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പം ചോദിക്കും പേരൊക്കെ ഇഷ്ടപ്പെടാറ്, അങ്ങനെയല്ല. നമുക്കൊരു പരിചയവും ഇല്ല ഒന്നുമില്ലാത്ത ഒരാൾക്കാർ നമ്മളെ തുറിച്ച് നോക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കത് അത്ര സുഖമുള്ളതല്ല. നല്ല രീതിയിൽ നമ്മളെ നോക്കണതും അല്ലാത്ത കാര്യം. പിന്നെ വേറെ ടൈപ്പ് ആൾക്കാരുണ്ട്, നമ്മളോട് ഭയങ്കര പരിചയമുള്ള പോലെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് ചിരിക്കും. അപ്പോൾ പണ്ടൊക്കെ ഞാൻ അങ്ങനെ കാണുമ്പോൾ ഞാൻ അയ്യോ എന്നെ അറിയണ ആളായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരിച്ച് ചിരിക്കുമായിരുന്നു. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ 10-20-22 വയസ്സിൽ. ഇപ്പം അങ്ങനെ ആരെങ്കിലും നോക്കണുണ്ട് കഴിഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല, ഞാൻ ഇരിക്കാറില്ല. എന്ത് കാര്യം, എന്താ ആവശ്യം അതിൻ്റെ? നമുക്ക് പരിചയമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ പേരെടുത്ത് വിളിച്ചിട്ട് നമ്മളെടുത്ത് വന്നിട്ട് ചോദിക്കും, നിങ്ങൾ ഇന്ന ആളാണോ അല്ലെങ്കിൽ എനിക്ക് മാറിയതാണോ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ പോലും ഇപ്പം ചില ആൾക്കാരുണ്ട്, അത് കുറച്ച് പണ്ട് പോലെയുള്ളതാണ്, ഒരു ഇതാണ്, നമ്മളെടുത്ത് വന്നിട്ട് ചോദിക്കും ഇന്ന ആളുടെ മോളാണോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ പറയും അല്ല. അപ്പം പിന്നെ ഞാൻ അവിടെ കണ്ടപ്പോൾ എല്ലാം എൻ്റെ അച്ഛൻ്റെ പേര് ഇന്നതാ, അപ്പം തൻ്റെ പേരപ്പം എന്താണ്? അപ്പം അങ്ങനെ ചോദിച്ചിട്ട് പരിചയപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പീഡനത്തിൻ്റെ കഥകൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് അങ്ങനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ബുദ്ധിയും ബോധമില്ലാത്തവരാകുമ്പോൾ എന്ത് ചെയ്യും? അയ്യോ അയാൾ നമ്മളെ അറിയണം മനസ്സിലാവാണ്ട് വന്ന് ചോദിച്ചല്ലെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇവർ നമ്മളെ പറ്റിക്കുന്നതാണ്. നമ്മുടെ പേരുന്നാളും വിത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ല വിത്തുന്നാളും പേരൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വന്ന് ചോദിക്കുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് പലതിൻ്റെയും തുടക്കം ഉണ്ടാവണത്. അപ്പം നമ്മൾ എന്താ ഇപ്പം എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എവിടെ വേണമെങ്കിലും നമുക്ക് ഉപദ്രവം നേരിടാവുന്നതാണ്. അവിടെയൊക്കെ നമ്മൾ എന്ത് വേണം? കട്ടട്ടറിയായിട്ട് നമ്മൾ എതിർക്കണം. അതാണ് വേണ്ടത്. അതിപ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും നമുക്കിഷ്ടമല്ലാത്ത രീതിയിൽ ഒരാൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അതിന് മറുപടി കൊടുക്കുക. ഇപ്പം നമുക്ക് സുഹൃത്തുക്കളുണ്ടാവും. എനിക്ക് ഒരുപാടെന്ന് പറയാനില്ല കേട്ടോ, 4 പേരൊക്കെ ഉള്ളൂ സുഹൃത്തുക്കളുണ്ട്. അവരോടായാലും ഞാനൊരു രേഖ വരച്ചിട്ടുണ്ട്. ആ രേഖയ്ക്ക് അപ്പുറത്തേക്ക് ഒരാളോട് സംസാരിക്കാൻ ഞാൻ അനുവദിക്കാറില്ല. അപ്പോൾ ചോദിക്കും ദീപൻ എന്ന് വല്ലാണ്ട് പൊക്കി പറയണ്ടല്ലോ എന്ന് വിചാരിക്കും. അതൊന്നുമല്ല,
കാരണം ജീവിതത്തിൽ നിന്ന് ഞാൻ കുറേ പഠിച്ച പാഠങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും മാമനും അമ്മായിയൊക്കെ ആയി നിന്ന് അല്ലെങ്കിൽ കാര്യം നിന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒരിക്കലും അത് അങ്ങനെ ആവില്ല. നമ്മുടെ കസിൻസ്, നമ്മുടെ സഹോദരങ്ങൾ, അവർ നമ്മളോട് നിൽക്കണ പോലെ വേറൊരാൾ നിൽക്കില്ല. ഇപ്പം എൻ്റെയൊക്കെ കസിൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയുക, ഞങ്ങളൊക്കെ ഇപ്പോഴും ഭയങ്കര ലിങ്കായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പം എൻ്റെ അച്ഛൻ്റെ വീട്ടിലുള്ള കസിൻസ് ആയാലും എൻ്റെ അമ്മയുടെ വീട്ടിലുള്ള കസിൻസൊക്കെ ആയാലും ഞങ്ങളൊക്കെ ഭയങ്കര ലിങ്കായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീഡനങ്ങൾ തുടക്കം ഒരു പെണ്ണിനെ വളച്ചെടുക്കുക എന്ന് ആണുങ്ങൾ പറയുന്ന ആ ഭാഷയിൽ വളയ്ക്കാൻ വേണ്ടി ശ്രമിക്കാൻ വരുമ്പോൾ ആദ്യം നോക്കും, പിന്നെ ചിരിക്കും, പിന്നെ അഡ്രസ്സ് ചോദിക്കും, അത് വേറെ അഡ്രസ്സായിരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ടായിരിക്കും തുടക്കം ഉണ്ടാവുക. അതിന് ശേഷമായിരിക്കും പിന്നെ നമ്പർ തരുമോ, അത് തരുമോ, ഇത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരിക. അപ്പോഴായിരിക്കും നമ്മളെന്ത് മനസ്സിലാക്കുക. പിന്നെ കുറേ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ട്രാപ്ഡ് എന്ന് മനസ്സിലാവണത്. അപ്പം അങ്ങനെ പെടാതിരിക്കുക. ഇതിപ്പോൾ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇതൊക്കെ അറിയാം, എങ്കിലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. നമുക്ക് പെണ്ണുങ്ങൾക്ക് മറവി കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? പീഡനത്തിലെ കോമഡി. അതായത് ഈ പറയുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ വളരെ ഇഷ്ടത്തോടുകൂടി ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കുകയും ഇഷ്ടപ്രകാരം അവരെല്ലാ അർത്ഥത്തിലും ഒരുമിച്ച് നിൽക്കുകയും ചെയ്തിട്ട് ഇയാളിൽ നിന്ന് പ്രതീക്ഷിച്ച ധനലാഭമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ കിട്ടാതെ വരുമ്പോൾ ഇവർ അടികൂടി പിരിയുകയും പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ ഇയാൾ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് കോമഡിയായി. അങ്ങനെ ഇത് കോമഡി ആവുന്നതിനപ്പുറം ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടുള്ളൊരു പീഡനം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടൊരു പെൺകുട്ടി പരാതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ നിയമത്തിന് ബുദ്ധിമുട്ടായി തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബുദ്ധിമുട്ടായി തുടങ്ങും. സംശയദൃഷ്ടിയോട് കൂടിയിട്ടായിരിക്കും പെട്ടെന്നൊരു പെൺകുട്ടി പീഡനത്തിൻ്റെ പരാതി കൊണ്ട് ചെല്ലുമ്പോൾ ആരായാലും നോക്കുക എന്ന് എനിക്ക് തോന്നണതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരാൾ ചെയ്യുന്ന അപാകതയ്ക്ക്, തെറ്റെന്ന് പറയില്ല, അപാകതയ്ക്ക് മറ്റുള്ളവർ കൂടി എന്താ പറയുക അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോമഡി എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ച് നാൾ ഇഷ്ടമുള്ള ആൾക്കാരെ കൂടെ ജീവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതെങ്ങനെ പീഡനാവും? അത് ശരിയല്ലല്ലോ. നിങ്ങളുടേതായ ആവശ്യങ്ങളും കാര്യങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിട്ട് ഒരു മനുഷ്യനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അത് പീഡനം കോമഡിയല്ലേ? അത് പീഡനമാണോ? അല്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് എനിക്കത് ചൂണ്ടിക്കാണിച്ച് തരേണ്ടതാണ്. പിന്നെ ഒരുപാട് പേര് എനിക്ക് മാന്യമായിട്ടുള്ള കമൻറ്റുകൾ, വലിയ ഇതൊന്നുമില്ല എങ്കിലും കമൻറ്റുകൾ ഇടുന്നുണ്ട്. അല്ലാതെ മോശമായിട്ട് വരുന്ന കമൻറ്റുകളൊക്കെ ഞാൻ അപ്പം തന്നെ അവരെ ഷാഡോ ബാൻ ചെയ്യുന്നുണ്ട്. എങ്കിലും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ താങ്ക് യു.